ഹായ്, ഞങ്ങൾ ബബ്ബബ്ബ സിനിമ കാണാൻ പോവാട്ടാ. എറണാകുളം കവിതാ തിയേറ്ററിലാണ് പോണതേ. ഇത് എറണാകുളത്തുള്ള വളരെ പഴയ തിയേറ്ററാട്ടാ. അത്യാവശ്യം വലിയ തിയേറ്ററാണ് ഇത്. തിയേറ്ററിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സിനിമ തുടങ്ങി ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞിന് പുറത്ത് പോകണമെന്ന് പറഞ്ഞ്. അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ ഓടിക്കളിച്ച് നടക്കണമായിരുന്നു കേട്ടോ. 2-3 പ്രാവശ്യം തിരിച്ച് കയറാൻ വേണ്ടി നോക്കി, എന്നാലും കുഞ്ഞിന് പുറത്ത് തന്നെ പോകണമെന്ന് പറഞ്ഞ്. അതുകൊണ്ട് പിന്നെ പുറത്ത് തന്നെയായിരുന്നു ഞങ്ങൾ. ഇത് 1971 തൊട്ടേയുള്ള തിയേറ്ററാട്ടോ. പല പഴയ സൂപ്പർ ഹിറ്റ് സിനിമകളും റിലീസായ തിയേറ്ററാണ് ഇത്. എമ്പുരാൻ റിലീസായപ്പോൾ മോഹൻലാലും പൃഥ്വിരാജൊക്കെ ഫസ്റ്റ് ഡേ കാണാൻ വേണ്ടി വന്ന തിയേറ്റർ ഇതാട്ടാ. ഞങ്ങൾ ഒരുപാട് സിനിമകൾ ഇവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഡാഡിയും അമ്മയൊക്കെ ഒരുപാട് സിനിമകൾ ഇവിടെ വന്ന് കണ്ടിട്ടുണ്ടെന്ന് പറയാറുണ്ട് കേട്ടോ. മഴയത്തു മുമ്പേ എന്ന് പറയുന്ന സിനിമ ടി വിയിൽ വരുമ്പോൾ അമ്മ പറയാറുണ്ട്, ഇത് കവിതാ തിയേറ്ററിൽ പോയിട്ട് ക്യൂ നിന്ന് ടിക്കറ്റ് കിട്ടാതെ പോയ സിനിമയാണ്. ദേ ഇത് കണ്ട, പണ്ടത്തെ ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിൽക്കുന്ന കൗണ്ടറായിരുന്നത്. ഈ ഇടുങ്ങിയ തുരങ്കം പോലെയുള്ള ഇതിൻ്റെ അകത്ത് നിന്ന് ക്യൂ നിന്നിട്ട് വേണം ടിക്കറ്റ് എടുക്കാൻ. കഷ്ടിച്ച് ഒരാൾക്ക് നടന്നു പോകാനുള്ള സ്ഥലം മാത്രമേ ഇതിൻ്റെ ഉള്ളിലുള്ളൂ കേട്ടോ. പണ്ടൊരു സിനിമയ്ക്ക് വന്നപ്പോൾ ഒരു ഫുൾ സിനിമ തീരണ വരെ ഞാൻ ഇതിനകത്ത് ക്യൂ നിന്നിട്ടുണ്ട് അടുത്ത ഷോയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചൂടെടുത്ത് വേർത്ത് കുളിച്ച് അതിൻ്റെ ഉള്ളിൽ ക്യൂ നിന്നിട്ട് അവസാനം ടിക്കറ്റ് കിട്ടി AC തിയേറ്ററിൽ അകത്തോട്ട് കയറുമ്പോൾ ഒരു സന്തോഷമാണ്. അതൊക്കെ ഒരു ഓർമ്മയാട്ടാ. അങ്ങനെ സിനിമയൊക്കെ കഴിഞ്ഞ് രേഷ്മ ഇറങ്ങി വന്ന് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ന്യൂ മറൈൻ ഡ്രൈവ് പോയി. അങ്ങനെ അവിടെ ഇരുന്നുകൊണ്ട് രേഷ്മ എനിക്ക് ബാക്കി സിനിമയുടെ കഥ പറഞ്ഞു തന്നിട്ടാ. പിന്നെ ഞങ്ങളവിടെ കുറച്ച് നേരം കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഇരുന്ന് പിന്നെ തൊട്ടടുത്തുള്ള ചാത്തിയാത്ത് പള്ളിയിലോട്ട് പോയി. പള്ളി സ്റ്റാറൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ട, അവിടെ ഇട്ടേക്കണ ഏറ്റവും വലിയ സ്റ്റാറാണ്. പിന്നെ അവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അതൊക്കെ കണ്ട് അവിടെ നിൽക്കണമായിരുന്നു. ദേ ഈ കർത്താവിൻ്റെ രൂപം കണ്ട, അടിപൊളിയല്ലേ? മാതാവിൻ്റെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതൊക്കെ കണ്ട് ഞങ്ങൾ പോകുന്ന വഴിയിൽ ഒരു കരോള് കണ്ട്. അപ്പോൾ കരോളിൽ പപ്പാഞ്ഞി കുഞ്ഞിന് മിഠായിയൊക്കെ കൊടുത്തിട്ടാ. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ സ്ഥിരം പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തേക്കണം കേട്ടോ. എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ടാറ്റ.